ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മാർച്ച് 2013 ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്താണ്? രണ്ടാമത്തത്, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1 എന്താണ്? അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് കാണാതെ പഠിക്കേണ്ട ഒരു റിസൾട്ടാണ്. ഈ ലിമിറ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ആയിരിക്കും. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നാലാണ് ഇതിൻ്റെ ആൻസർ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ആവുക. അതായത് എക്സ് റേസ് ടു n എ റേസ് ടു n ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എക്സും ഇവിടുത്തെ എയും, അതായത് എക്സ് മൈനസ് എ. പക്ഷേ ഈ ചോദ്യത്തിൽ എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 എന്നാണ് വരേണ്ടത്. അതവിടെ കൊടുത്തിട്ടുമില്ല. താഴെ എക്സ് മൈനസ് എ എന്നതിന് പകരം എക്സ് റേസ് ടു 10 മൈനസ് 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിനെ ഒന്ന് മാറ്റി ഈ ഒരു രൂപത്തിലേക്ക് ആക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 എന്നാണ് നമുക്ക് വരേണ്ടത്. 1 റേസ് ടു നമുക്ക് ഏത് നമ്പറും എഴുതാം, കാരണം 1 റേസ് ടു എന്ത് ചെയ്താലും ആൻസർ 1 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ ഇതിന് താഴെ എന്താ വരേണ്ടത്? എക്സ് റേസ് ടു എന്നും എ റേസ് ടു എൻ ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് വരണം. ഈ കേസിൽ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും വരേണ്ടത് ഒരു എക്സ് മൈനസ് 1 ആയിരുന്നു. പക്ഷെ അവിടെ എക്സ് മൈനസ് 1 ഇല്ല, നമ്മൾ എക്സ്ട്രാ എഴുതിയതാണ്. പക്ഷെ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1 റേസ് ടു 10 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും എക്സ്ട്രാ ഞാൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1ഉം താഴെ ഞാൻ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 1ൻ്റെ പവർ 15 എഴുതി, ഇവിടെ 1ൻ്റെ പവർ 10 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി എഴുതി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലിമിറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇതൊരു ഭാഗമായിട്ട് മാറി. ഇതിൻ്റെ ലിമിറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇനി താഴത്തുള്ളതിൻ്റെ ലിമിറ്റും അതും സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എക്സ് റേസ് ടു 10 മൈനസ് 1 റേസ് ടു 10 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഓക്കെ, ഇനി നമ്മളുടെ റിസൾട്ടായിട്ട് മാറി. റിസൾട്ട് നോക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്താ വന്നത്? 15 ആണ്. അപ്പോൾ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 15 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 എഴുതി. റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ n 15 ആണ്, ഒന്ന് കുറച്ചാൽ 14 വരും. ഹോൾ ഡിവൈഡ് ബൈ. ഇനി താഴെ നമുക്ക് അതേ റിസൾട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പോൾ n ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 ഇൻറ്റു എ എന്ന് പറയുന്നത് ഈ കേസിൽ 1 തന്നെയാണ്. റേസ് ടു n മൈനസ് 1 n മൈനസ് 1 എന്ന് പറയുമ്പോൾ 10ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 9. പിന്നെ 1 റേസ് ടു 14 ആയാലും 1 റേസ് ടു 9 ആയാലും 1 ആയതുകൊണ്ട് ആൻസർ എപ്പോഴും 1 തന്നെയാണ്. അപ്പോൾ ഇവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇനി എന്ത് ബാക്കിയുള്ളൂ? 15ഉം 10ഉം. ദിസ് ഈസ് ഈക്വൽ ടു 15 ബൈ 10. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 15നെ 10നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണ് 5. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3യും 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? 3 ബൈ 2 ആണ്. നെക്സ്റ്റ് മാർച്ച് 2014 ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ഡിവൈഡഡ് ബൈ 5x. രണ്ടാമത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ax ഡിവൈഡഡ് ബൈ സൈൻ bx. ഇതും നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു കോമൺ ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട്. സൈനിൻ്റെ ആംഗിൾ എക്സും ഡിനോമിനേറ്ററിലും എക്സും ടെൻഡിങ് ടു എന്ന് പറയുന്ന ഈ ഭാഗത്തും എക്സും വന്നാൽ 0യിലേക്കാണ് ടെൻഡ് ചെയ്യുന്നതെങ്കിൽ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ അതേപോലെ ഈ ചോദ്യത്തിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ലിമിറ്റ് മുകളിൽ നമുക്ക് സൈൻ 5x ഉണ്ട്, ആംഗിൾ 5x ആണ്, താഴെയും 5x ആണ്. അങ്ങനെയെങ്കിൽ ലിമിറ്റ് ടെൻഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? 5xൽ നിന്നാണ്. അപ്പോൾ 5x ടെൻസ് ടു 0. എക്സ് ടെൻസ് ടു 0 എന്ന് പറയുന്നതും
5x ടെൻസ് ടു 0 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യത്തിനനുസരിച്ച് ഒരു നമ്പർ അവിടെ കൊടുക്കാം. ഇപ്പോൾ 7 ആയിരുന്നു വേണ്ടതെങ്കിൽ നമുക്ക് 7x ടെൻസ് ടു 0 എന്ന് എഴുതാം. 8 ആണെങ്കിൽ 8x ടെൻസ് ടു 0. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാര്യം ഇപ്പോൾ ഈ റിസൾട്ടായിട്ട് മാറി. ഇവിടെ ഏത് ആംഗിൾ വന്നോ അത് തന്നെ താഴെയും വന്നു, അത് തന്നെ ഇവിടെയും വന്നു. 5x ഇവിടെ വന്നു, താഴെയും 5x, ഇവിടെയും 5x. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ തന്നെയാണ്. പക്ഷേ സൈൻ AX ആണ് ആംഗിൾ എങ്കിൽ താഴെ എന്ത് വരണം? AX എന്ന് വരണം. സൈൻ BXൽ BX ആണ് ആംഗിൾ എങ്കിൽ താഴെ എന്ത് വരണം? BX വരണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നോക്കാം, ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ AX, ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ട് സൈൻ BX എന്ന് എഴുതാണ്. ഇനി നമുക്ക് സൈൻ AXന് താഴെ ആരാ വരേണ്ടത്? ഇവിടെ AX ആണെങ്കിൽ ഇവിടെയും AX വരണം. അങ്ങനെ ഡിവൈഡ് ബൈ AX കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ ഒരു ഇൻറ്റു AX മുകളിൽ തന്നെ എഴുതണം. ഇനി സൈൻ BXന് താഴെ നമുക്ക് എന്ത് വരണം? ഇവിടെ BX ആണ് വരുന്നതെങ്കിൽ താഴെ എന്ത് വരണം? BX വരണം. അങ്ങനെ ഡിവൈഡ് ബൈ BX കൊടുത്താൽ അതിനെ ബാലൻസ് ചെയ്യാൻ മുകളിൽ ഒരു BX കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുക. ഈ ചോദ്യത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x-1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതിന് താഴെ വരേണ്ടത് x-1 തന്നെയാണ് ഈ റിസൾട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെയല്ല, AX ആണെങ്കിൽ താഴെ AX വരണം, BX ആണെങ്കിൽ ഇവിടെ BX വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ വേണ്ട രീതിയിലേക്ക് മാറ്റി ചെയ്താൽ ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ AX ബൈ AX എന്നായി മാറി, ഹോൾ ഡിവൈഡ് ബൈ സൈൻ BX ഡിവൈഡ് ബൈ BX എന്നായി മാറി. ഇനി ഏറ്റവും മുകളിൽ ഒരു AXും ഉണ്ട്, ഏറ്റവും താഴെ ഒരു BXും ഉണ്ട്. അതിൽ ഈ എക്സും എക്സും ക്യാൻസൽ ആവും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? A ഡിവൈഡ് ബൈ B. ഇതൊരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ലിമിറ്റ് ചോദിച്ചാൽ കോൺസ്റ്റൻറ്റ് നമ്പർ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പുറത്തേക്ക് വെക്കാം. അപ്പോൾ A ബൈ Bനെ പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കിയുള്ളത് ഇത് മാത്രമാണ്. അത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഇതിൻ്റെ ലിമിറ്റും ഇതിൻ്റെ ലിമിറ്റും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് സൈൻ AX ബൈ AX എന്നുള്ളത് ന്യൂമറേറ്ററിലും ഡിവൈഡ് ബൈ ലിമിറ്റ് സൈൻ BX ഡിവൈഡ് ബൈ BX എന്നുള്ളത്. ഞാൻ താഴെ ലിമിറ്റ് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ എഴുതിയിട്ടില്ല. നമ്മൾ പറഞ്ഞു ഇവിടെ x, ഇവിടെ x, ഇവിടെ x, അങ്ങനെയാണെങ്കിലാണ് ലിമിറ്റ് 1 വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ AX, ഇവിടെ AX, അങ്ങനെയെങ്കിൽ ലിമിറ്റ് എവിടെ നിന്നാണ് ടെൻഡ് ചെയ്യേണ്ടത്? AX ടെൻസ് ടു 0 എന്ന് എഴുതാം. ഇനി ഇവിടെ BX, ഇവിടെ BX, അങ്ങനെയാണെങ്കിൽ ലിമിറ്റിന് താഴെ BX ടെൻസ് ടു 0 എന്ന് എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് x ടെൻസ് ടു 0 എന്ന് പറയുന്നതും AX ടെൻസ് ടു 0 എന്ന് പറയുന്നതും BX ടെൻസ് ടു 0 എന്ന് പറയുന്നതും സെയിം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും അത് എങ്ങോട്ട് തന്നെയാണ് ടെൻഡ് ചെയ്യുന്നത്? 0ലേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് വായിച്ച് നോക്കി, ലിമിറ്റ് ഒരു ആംഗിൾ ടെൻസ് ടു 0 സൈൻ അതേ ആംഗിൾ ഡിവൈഡ് ബൈ അതേ ആംഗിൾ. എന്താണ് ഇതിൻ്റെ റിസൾട്ട്? 1 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു A ബൈ B ഇൻറ്റു മുകളിലുള്ള ലിമിറ്റ് എന്താണ്? 1 ആണ്, ഡിവൈഡ് ബൈ താഴെ അതേ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സെയിം ആംഗിളാണ് ഇവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ആൻസർ 1. അപ്പോൾ A ബൈ B ഇൻറ്റു 1 ബൈ 1 എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ A ഡിവൈഡ് ബൈ B. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത നമുക്ക് മാർച്ച് 2015 ചോദ്യം നോക്കാം. 2015 മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. പക്ഷെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ലിമിറ്റ് x ടെൻസ് ടു 0 e⁻² - 1 ഡിവൈഡഡ് ബൈ x. ഇത് ആക്ച്വലി നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു റിസൾട്ടാണ്. തൽക്കാലം ഇതിൻ്റെ ആൻസർ 2 ആയിരിക്കും എന്ന് പഠിച്ചു വെക്കാം. e⁻² - 1 ഡിവൈഡഡ് ബൈ x എന്നാണ് ചോദിച്ചത്. അതിൽ ഈ എക്സിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ് ഏതാണോ അതായിരിക്കും ആൻസർ വരാം. ഓക്കെ, ഇനി ഇതേ ചോദ്യം നിങ്ങളോട് ലിമിറ്റ് x ടെൻസ് ടു 0 e⁻⁷x - 1 ഡിവൈഡഡ് ബൈ x എന്നാണ് ചോദിച്ചതെങ്കിൽ ഒന്നും നോക്കേണ്ട, ആൻസർ എന്തായിരിക്കും? 7 ആയിരിക്കും. തൽക്കാലം ഈ റിസൾട്ട് കാണാതെ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, ലിമിറ്റ് x ടെൻസ് ടു 0 cos 5x ആണ്. ഇതിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കോസ് 5 ഇൻറ്റു 0 എന്ന് വരും. 5 ഇൻറ്റു 0 എന്താണ്? 0 ആണ്. കോസ് 0 എത്രയാണെന്ന് നമുക്കറിയാം? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ലിമിറ്റ് x ടെൻസ് ടു 0 sin 8x ഡിവൈഡഡ് ബൈ x.
ഇത് നമ്മൾ നേരത്തെ കണ്ട ഫോമാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ ആംഗിൾ 8x ആണെങ്കിൽ ഡിനോമിനേറ്ററിലും 8x വരണം, ഇവിടെയും 8x വരണം. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനൊന്ന് മാറ്റി എഴുതാം. ലിമിറ്റ് x ടെൻസ് ടു 0 എന്ന് പറയുന്നതും 8x ടെൻസ് ടു 0 എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, സൈൻ 8x ഓൾറെഡി ചോദ്യത്തിലുണ്ട്. ഡിനോമിനേറ്ററിൽ എന്താ വരേണ്ടത്? 8x ആണ്. പക്ഷെ ഓൾറെഡി അവിടെ x ഉണ്ട്. അപ്പോൾ ആരും കൂടി ഇനി എഴുതിയാൽ മതി, 8 അവിടെ വന്നാൽ മതി. അപ്പോൾ ഇവിടെ ഒരു 8 എഴുതിയത് കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ന്യൂമറേറ്ററിൽ ഒരു ഇൻറ്റു 8 എന്ന് എഴുതാം. ഓക്കെ, ഇനി 8 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. അപ്പോൾ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റൻറ്റ് നമ്പറിനെ പുറത്തേക്ക് എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 8 ആവും. പിന്നെ എന്തായി മാറി? ലിമിറ്റ് 8x ടെൻസ് ടു 0 സൈൻ 8x ഡിവൈഡ് ബൈ 8x. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള റിസൾട്ടാണ്. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ലിമിറ്റ് x ടെൻസ് ടു 2 x റേസ് ടു 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ x മൈനസ് 2. ഇത് ഏത് ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു a x റേസ് ടു n മൈനസ് a റേസ് ടു n ഡിവൈഡഡ് ബൈ x മൈനസ് a. ഈ ഒരു ഫോമിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം n ഇൻറ്റു a റേസ് ടു n മൈനസ് 1 ആണ്. ഓക്കെ, എക്സ് റേസ് ടു 4 ഇവിടെ വന്നു. അടുത്തത് വരേണ്ടത് എ റേസ് ടു n ആണ്. അതേപോലെ തന്നെ താഴെ എക്സ് മൈനസ് 2, താഴെ എക്സ് മൈനസ് എ. അപ്പം എ എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. അപ്പോൾ മുകളിലിരിക്കുന്ന 16നെ എ റേസ് ടു n എന്നുള്ള രൂപത്തിൽ മാറ്റി എഴുതുകയും വേണം. അപ്പോൾ ഇതേ കാര്യം നമുക്കൊന്ന് മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 16 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2 റേസ് ടു 4 ആണ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇപ്പോൾ ഈ ചോദ്യം ഈ ഒരു ഫോർമാറ്റിലായിട്ട് മാറി. ഇനി ഇതിൻ്റെ ആൻസർ എഴുതാൻ എളുപ്പമാണ്. എന്താണ്? n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ആണ്. n എന്ന് പറഞ്ഞത് ഈ ചോദ്യത്തിൽ എത്രയാണ്? 4 ആണ്. ഇൻറ്റു എ എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ 4ൽ നിന്ന് 1 കുറയ്ക്കണം. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. അപ്പോൾ 4 ഇൻറ്റു 2 റേസ് ടു 3 8 ആണ്. 8 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 32 ആണ്. അടുത്ത ചോദ്യം ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ കോസ് 2x. നമുക്ക് ആദ്യം എക്സിൻ്റെ സ്ഥാനത്ത് 0 ഒന്ന് വെറുതെ കൊടുത്തു നോക്കാം. സൈൻ പൈ ഇൻറ്റു എക്സ്, പൈ ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 ആയി. സൈൻ 0 0 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ 0 ആയി. ഡിവൈഡഡ് ബൈ, ഇനി കോസ് താഴെ കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ 0യും ഡിനോമിനേറ്ററിൽ 1 ആണ്. അപ്പോൾ ഇത് 0/0 ഫോം അല്ല. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ പൈ ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ കോസ് 2 ഇൻറ്റു 0. ഓക്കെ, പൈ ഇൻറ്റു 0 0 ആണ്. സൈൻ 0 ആയിട്ട് മാറും. അത് ഡിവൈഡഡ് ബൈ താഴെ കോസ് 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പോൾ സൈൻ 0 0യും കോസ് 0 1ഉം. അപ്പോൾ 0/1 ആൻസർ 0 ആണ്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതൊരു പ്രശ്നമില്ലാത്തൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് കാണുന്നിടത്ത് 1 എന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ പൈ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ വരും. 1 സ്ക്വയർ 1 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൻസർ പൈ എന്ന് കിട്ടും. ഏഴാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് അല്ല, പകരം നമ്മളോട് ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 100 ഡിവൈഡ് ബൈ 100 പ്ലസ് എക്സ് റേസ് ടു 99 ഡിവൈഡ് ബൈ 99 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ പ്രൂവ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 100 ടൈംസ് എഫ് ഡാഷ് ഓഫ് 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഡാഷ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ, അതായത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു n ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ് n എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ഈ റിസൾട്ടാണ് നമ്മളിവിടെ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 100 ഡിവൈഡ് ബൈ 100 പ്ലസ് എക്സ് റേസ് ടു 99 ഡിവൈഡ് ബൈ 99 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. ഇതിൽ ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ 100 തന്നെ എഴുതാം, അതായത് ഡിവൈഡഡ് ബൈ 100. ഇനി എക്സ് റേസ് ടു 100നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 100 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു എക്സ് റേസ് ടു ഒരെണ്ണം കുറയ്ക്കുക, n മൈനസ് 1 ആണ്. 100 നിന്ന് കുറച്ചാൽ 99 കിട്ടും.
പ്ലസ് ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 19 കോൺസ്റ്റൻ്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതാം. എക്സ് റേസ് ടു 19 ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഇതേ റൂള് തന്നെ. 99 നമ്മൾ അവിടെ എഴുതിയിട്ട് ഇൻറ്റു എക്സ് റേസ് ടു പവർ ഒന്ന് കുറയ്ക്കുക, അപ്പോൾ 98 കിട്ടും. പ്ലസ് എക്സെട്ര പ്ലസ് ഇനി എക്സ് സ്ക്വയർ ബൈ 2 ബൈ 2 കോൺസ്റ്റൻറ്റ് നമ്പറാണ്, അത് അങ്ങനെ തന്നെ എഴുതാം. എക്സ് സ്ക്വയർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂൾ ഉപയോഗിച്ച് എഴുതിയാൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 എന്ന് ഒരു പവർ കുറയ്ക്കുക, അപ്പോൾ 1 എന്ന് വരും. പ്ലസ് ഇനി എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എപ്പോഴും ആൻസർ 1 ആയിരിക്കും. പ്ലസ് 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്പറിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കണം നോക്കിക്കേ, 100 ഡിവൈഡഡ് ബൈ 100 ഇത് ക്യാൻസലായി പോയി, 99 ക്യാൻസലായി, 2 ക്യാൻസലായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാത്തിലും ഇതേപോലെ നമ്പേഴ്സ് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. ബാക്കി എന്താ ഉണ്ടാവുക, എക്സ് റേസ് ടു 99 പ്ലസ് എക്സ് റേസ് ടു 98 പ്ലസ് എക്സെട്ര, ഇവിടെ എക്സ് റേസ് ടു 1 പ്ലസ് 1 പ്ലസ് 0 നമ്മൾ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എഫ് ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 100 ടൈംസ് എഫ് ഡാഷ് ഓഫ് 0 എന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 നിങ്ങൾ നോക്കുക, ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം, 1 എഴുതണം. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കി, എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ 1 റേസ് ടു 99 1 റേസ് ടു 98 പ്ലസ് എക്സെട്ര പ്ലസ് 1 റേസ് ടു 1 പ്ലസ് 1 റേസ് ടു എന്ത് വന്നാലും ആൻസർ 1 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1 ഇവിടെ ഒരു 1 ഇവിടെ ഒരു 1 ലാസ്റ്റ് ഒരു 1 പിന്നെ ഒരു പ്ലസ് 1. അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ എത്ര 1 ആയി മാറി നോക്കിയാൽ പോരെ. ഇവിടെ 1 2 3 എക്സെട്ര 98 99. അപ്പോൾ ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ എത്ര 1 ആയി, 99 1 ആയി. അതിൻ്റെ കൂടെ ഒരു 1 കൂടെ കൂട്ടിയാൽ എത്ര എണ്ണമായി, 100 1 ആയി. 100 1 കൂട്ടിയാൽ ആൻസർ എന്താ കിട്ടാം, ഇസ് ഈക്വൽ ടു 100 എന്നാണ് കിട്ടുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 എത്രയാണ്, 100 ആണ്. ഇനി നമുക്ക് വേണ്ടത് എഫ് ഡാഷ് ഓഫ് 0 എത്രയാണെന്നും കൂടെ വേണം. എഫ് ഡാഷ് ഓഫ് 0, അപ്പോൾ എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. ഇവിടെ 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. അപ്പോൾ 0 റേസ് ടു എന്ത് ചെയ്താലും ആൻസർ 0 ആണ്. എന്നിട്ട് ഈ 0 എല്ലാം കൂടെ ആഡ് ചെയ്താലും ടോട്ടൽ എന്താ വരുള്ളൂ, 0 എന്നേ വരുള്ളൂ. പിന്നെ ബാക്കി വരുന്ന അവിടെ എന്താണ്, ഒരു 1 ആണ്. അപ്പോൾ ഇതെല്ലാം 0 ആയി, ബാക്കി ഒരു 1. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് ആരാണ്, 1 ആണ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താ, 100 ടൈംസ് എഫ് ഡാഷ് ഓഫ് 0. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം, 100 ടൈംസ് എഫ് ഡാഷ് ഓഫ് 0. അപ്പോൾ 100 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 നമ്മൾ കണ്ടുപിടിച്ച് എന്താണ്, 1 ആണ്. 100 ഇൻറ്റു 1 എന്ത് കിട്ടി, 100 തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാമല്ലോ, എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നതും 100 ആണ്. 100 ടൈംസ് എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നതും എന്താണ്, 100 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 ആണ്. മാർച്ച് 2016 ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ, അതായത് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇതിൽ എൻ ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാം. ഇനി എക്സ് റേസ് ടു എന്നിനെയാണ് നിങ്ങൾ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. എക്സ് റേസ് ടു എന്നിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത റിസൾട്ട് എന്താണ്, എൻ ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണ് എന്നുള്ളത്. അതിൽ ഇതാ മുകളിൽ ഒരു n, താഴെ ഒരു n, ഈ n ഉം n ക്യാൻസൽ ചെയ്താൽ ഈ ആൻസർ എന്തായിട്ട് മാറി, എക്സ് റേസ് ടു n-1 ആയിട്ട് മാറി. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു n-1 ആണ്. ഇനി മാർച്ച് 2017 ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഇത് നമ്മൾ പഠിക്കാത്ത ഒരു റിസൾട്ടാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ കാണാതെ ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും എന്ന് പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഈ ചോദ്യം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് ആക്ച്വലി സോൾവ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ റൂട്ട് 1 പ്ലസ് എക്സ് എന്നുള്ളതിൽ ഈ 1 പ്ലസ് എക്സ് എന്ന് പറയുന്ന ആ നമ്പറിന് പകരം നമ്മൾ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് എക്സ് വൈ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് ഉണ്ടോ, അപ്പോൾ വൈ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇതേ ചോദ്യം നമ്മളൊന്ന് മാറ്റി എഴുതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഞാൻ എഴുതുന്നില്ല, പകരം വേറൊരാളെ എഴുതണം. റൂട്ട് 1 പ്ലസ് എക്സിന് നമ്മൾ എന്താ കൊടുത്തത്, വൈ.
-1 അങ്ങനെ തന്നെ ഡിവൈഡഡ് ബൈ എക്സ് എന്താണ് y -1 ആണ്. ഇനി താഴെ ഇവിടെ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് തന്ന ചോദ്യം എക്സിലായിരുന്നു, നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റി, വൈയിലേക്ക് മാറ്റി. അപ്പോൾ x → 0 എന്ന് ഇനി നമുക്കിതിന് താഴെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കാം, x 0 ആവുകയാണെങ്കിൽ y എന്തായിട്ട് മാറും, 1 + x = y എന്നാണ്. അപ്പോൾ x 0 ആവുകയാണെങ്കിൽ y എന്തായി മാറണം, 1 ആയി മാറണ്ടേ. അപ്പോൾ x ടെൻഡിങ് ടു 0 എന്ന് പറയുന്നതും y ടെൻഡിങ് ടു 1 എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ x → 0 പകരം ഇനി നമുക്ക് എന്ത് എഴുതാം, y → 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഏതോ ഒരു റിസൾട്ടിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കാം. ലിമിറ്റ് y ടെൻഡിങ് ടു 1 √y എന്ന് പറഞ്ഞാൽ ആക്ച്വലി y raised to 1/2 ആണ്. ഇനി -1 ഡിവൈഡഡ് ബൈ y -1. ഓക്കെ, ഈ 1ൻ്റെ മുകളിൽ എനിക്ക് വേണമെങ്കിൽ ഒരു 1/2 എന്ന് വെറുതെ എഴുതാം, കാരണം 1 raised to എന്ത് നമ്പർ എഴുതിയാൽ ആൻസർ എന്താണ്, 1 ആണ്. ഇപ്പോൾ ഇത് ഏത് റിസൾട്ടായിട്ട് മാറി എന്ന് നോക്കി നോക്ക്, y raised to n - a raised to n ഡിവൈഡഡ് ബൈ y - a. അത് ലിമിറ്റ് y ടെൻഡിങ് ടു a. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട്. ഇതിൻ്റെ ആൻസർ n × a raised to n - 1 ആണ്. അപ്പോൾ ഈ തന്ന ചോദ്യത്തിന് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ ആൻസർ എഴുതാൻ മാത്രമേ ഉള്ളൂ. n എന്ന് പറയുന്നത് പവർ അല്ലേ, ഇവിടെ എത്രയത് 1/2 ആണ്. അപ്പോൾ n ൻ്റെ സ്ഥാനത്ത് 1/2 ഇൻറ്റു a എന്ന് പറഞ്ഞത് ആരാണ്, 1 ആണ്. 1 raised to n - 1. n - 1 എന്ന് പറയുമ്പോൾ n 1/2 ആണ്, അതിൽ നിന്ന് -1 പോകണം. അപ്പോൾ 1/2 - 1. നമുക്കറിയാം 1 raised to എന്ത് ചെയ്താലും ആൻസർ എന്താണ്, 1 ആണ്. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 1/2. 2018 ചോദിച്ച ചോദ്യം, ലിമിറ്റ് x → 2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് x ആണ്. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് അറിയുന്ന ഒരാൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അതിൽ നമ്മളോട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പോയിന്റ് ഏതാണ്, 2 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ, സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് 1.5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ, ആ 1.5 കൊടുത്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്, 1 ആണ്. അപ്പോൾ 1.5 കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 1 എന്നായിരിക്കും. ഇനി 2ൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് നിങ്ങൾ എടുക്കാം, ആ പോയിന്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഹൈറ്റ് ആണ്. അത് ആക്ച്വലി എത്രയാണ്, 2 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിട്ടും റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 2 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 1ഉം റൈറ്റ് നോക്കുമ്പോൾ കിട്ടുന്ന ലിമിറ്റ് 2 ആണ്. അപ്പോൾ അത് രണ്ടും സെയിം അല്ല. അപ്പോൾ ഈ ഒരു കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇതെന്താ നമ്മൾ എഴുതേണ്ടത്, ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം അല്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ ചോദ്യം, ലിമിറ്റ് x → 2 x⁻³ - 4x² + 4x ഡിവൈഡഡ് ബൈ x² - 4. 2 എന്ന് പറയുന്ന പോയിന്റിലാണ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ആക്ച്വലി 0/0 ഫോമാണ്, കാരണം നിങ്ങൾ എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും 0 ആയിട്ട് മാറും, ഡിനോമിനേറ്ററും 0 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാക്സിമം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ലിമിറ്റ് x → 2, ഡിനോമിനേറ്റർ ഞാൻ ആദ്യം എഴുതാണ്, x² - 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്, x² - 2² ആണ്. x² - 2² നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, x+2 × x - 2 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റർ ഞാൻ എങ്ങനെ മാറ്റി എഴുതാണ്, x+2 × x - 2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എക്സ് ഉണ്ട്, ഇതിലും എക്സ് ഉണ്ട്, ഇതിലും എക്സ് ഉണ്ട്. 3 എണ്ണത്തിൽ നിന്ന് ഞാൻ ഒരു എക്സ് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഒരു എക്സ് പുറത്തേക്ക് എടുത്താൽ x³ ഒരു എക്സ് എടുത്താൽ x² ബാക്കിയുണ്ടാവും. -4x² നിന്ന് ഒരു എക്സ് പുറത്തേക്ക് എടുത്താൽ 4ഉം ഒരു എക്സും ബാക്കിയുണ്ടാവും. പ്ലസ് 4x നിന്നും ഒരു എക്സ് പുറത്തേക്ക് എടുത്താൽ അവിടെ ബാക്കി 4 ആണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ നോക്കാം, താഴെ x+2ഉം x - 2. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ 0 ആവുന്നത് ആരാ,
2+2 എന്ന് വരും, ഇവിടെ 2 - 2 എന്ന് വരും. അപ്പോൾ ഇതാണ് 2 - 2 ചെയ്തിട്ട് 0 ആവുന്ന ആൾ. അപ്പോൾ ഇയാളാണ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകേണ്ടത്. ഇയാൾ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ x-2 എന്ന് പറയുന്ന ഒരു നമ്പർ മുകളിലും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ x-2 ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ആൾ എക്സ് ഇൻറ്റു x² - 4x + 4 എന്ന് പറയുന്നത് ആക്ച്വലി x-2 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതേ ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് മാറ്റി x+2 ഇൻറ്റു x-2 ആയിട്ട് മാറി. ഇനി എന്ത് സംഭവിക്കും ചോദിച്ചാൽ ലിമിറ്റ് x ടെൻസ് ടു 2 x ഇൻറ്റു x-2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x-2 ഇൻറ്റു x-2 എന്നല്ലേ, ഡിവൈഡഡ് ബൈ താഴെ ഒരു x+2ഉം ഒരു x-2. അപ്പോൾ താഴെ പ്രശ്നക്കാരൻ x-2 ആണ്, കാരണം 0 ആയി മാറുന്നത് ഇയാളാണ്. അപ്പോൾ അതും മുകളിലിരിക്കുന്ന ഒരു x-2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ താഴത്തെ പ്രശ്നക്കാരനെ നമ്മൾ ഒഴിവാക്കി. പിന്നെ ബാക്കി വരുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. ലിമിറ്റ് x ടെൻസ് ടു 2 x ഇൻറ്റു x-2 മുകളിലുണ്ടാവും, താഴെ x+2 ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി വെറുതെ ഒന്ന് 2 ഒന്ന് കൊടുത്തു നോക്കും. താഴെ കൊടുത്താൽ 2+2 പ്രശ്നമില്ല, മുകളിൽ കൊടുത്താലോ 2 ഇൻറ്റു 2 - 2. മുകളിൽ 0 ആയാൽ പ്രശ്നമില്ല, താഴെയാണ് 0 ആവാൻ പാടില്ലാത്തത്. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നക്കാരനല്ല, അതുകൊണ്ട് നമ്മളിനി നേരെ എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കും. അപ്പോൾ എക്സ് 2 ആയി, x-2 എന്ന് പറഞ്ഞാൽ 2 - 2 ആയി, ഡിവൈഡ് ബൈ താഴെ x+2 2+2 ആയി. 2 - 2 എന്ന് പറഞ്ഞാൽ 0, 0 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും 0, ഡിവൈഡ് ബൈ ഒരു 4ഉം വരും. 0/4 എന്ത് തന്നെയാണ് ആൻസർ? 0 തന്നെയാണ്. അപ്പോൾ ഈ ലിമിറ്റ് എത്രയാണ്? 0 ആണ്. മാർച്ച് 2019 വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഗ്രാഫ് ക്വസ്റ്റ്യനിൽ തന്നു, എന്നിട്ട് ഐഡൻറ്റിഫൈ ദി ഫംഗ്ഷൻ f(x). ഈ ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം ആ f(x) ഉപയോഗിച്ചിട്ട് ഈ ലിമിറ്റ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതേതാണ് ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0-ലൂടെയും പൈയിലൂടെയും 2πയിലൂടെയും -πയിലൂടെയും -2πയിലൂടെയും കടന്നു പോകുന്ന ഗ്രാഫാണ്. അപ്പോൾ ഇത് ആക്ച്വലി ആരാണ്? sin x ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ഈ ഫംഗ്ഷൻ f(x) ഈസ് ഈക്വൽ ടു sin x ആണ്. ഗ്രാഫ് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ലിമിറ്റ് ഇതാണ് എന്ന് വെച്ചാൽ ലിമിറ്റ് x ടെൻസ് ടു π/2 f(x) മൈനസ് f(π/2) ഡിവൈഡഡ് ബൈ x മൈനസ് π/2. ഇത് ആക്ച്വലി ഒരു പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഏത് പോയിന്റ് എന്ന് ചോദിച്ചാൽ π/2 എന്ന് പറയുന്ന പോയിന്റിൽ sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഡെഫിനിഷനാണ് ഇത്. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു രൂപത്തിലല്ല ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുകയാണ്. ഡിനോമിനേറ്ററിൽ വരുന്ന x മൈനസ് π/2നെ ഞാൻ h എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എക്സ് ആരാണെന്ന് ചോദിച്ചാൽ -π/2 അപ്പുറത്തേക്ക് എടുത്താൽ π/2 പ്ലസ് h എന്ന് വരും. ഇനി എക്സ് π/2ലേക്ക് ടെൻഡ് ചെയ്യാണ്, എക്സ് π/2ലേക്ക് ടെൻഡ് ചെയ്യാണ്. അപ്പം എക്സ് π/2 ആയിട്ട് മാറിയാൽ h എന്തായി മാറണം? ഇവിടെ π/2 വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ π/2 മൈനസ് π/2 എന്താ കിട്ടുക? 0. അപ്പോൾ എക്സ് π/2 ആവുകയാണെങ്കിൽ h ആരായി മാറണം? 0 ആയിട്ട് മാറണം. അപ്പോൾ x ടെൻഡിങ് ടു π/2 എന്ന് പറയുന്നതും h ടെൻഡിങ് ടു 0 എന്ന് പറയുന്നതും സെയിം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ലിമിറ്റിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്, ഇതിന് പകരം നമ്മൾ ഇനി h ടെൻസ് ടു 0 എന്നാണ് എഴുതാം. ഇനി എഫ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്, അപ്പോൾ സൈൻ എഴുതി. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? π/2 പ്ലസ് h മൈനസ് f(π/2) എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ π/2 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് π/2 നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? h എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ബാക്കി സ്റ്റെപ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാണ്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ π/2 പ്ലസ് h മൈനസ് സൈൻ π/2 എന്താണ്? 1 ആണ്, ബൈ h എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ്
എച്ച് ടെൻസ് ടു 0. സൈൻ പൈ ബൈ 2 പ്ലസ് എച്ച്, സൈൻ 90 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ അത് എന്തായിട്ട് മാറും? കോസ് എച്ച് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ കോസ് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച്. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തത്. ഇവിടെ നമ്മളുടെ കേസിൽ എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് വന്നതേ ഉള്ളൂ, വ്യത്യാസമില്ല. പിന്നെ 1 മൈനസ് കോസ് എക്സ് ആണ് ഇവിടെ, പക്ഷെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കോസ് എച്ച് മൈനസ് 1 എന്നാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചെഴുതാം. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കോസ് എച്ച് മൈനസ് 1 തിരിച്ചെഴുതിയിട്ട് 1 മൈനസ് കോസ് എച്ച് എന്ന് എഴുതാണ്. അങ്ങനെ തിരിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഒരു -1 പുറത്തേക്ക് എടുക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കോസ് എച്ച് മൈനസ് 1 എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതണമെങ്കിൽ 1 മൈനസ് കോസ് എച്ച് എന്ന് എഴുതിയിട്ട് പുറത്തൊരു -1 എന്ന് എഴുതിയാൽ മതി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1 മൈനസ് കോസ് എച്ച് ഡിവൈഡ് ബൈ എച്ച്, ഈ ഒരു ഫോർമാറ്റായി. അതിൻ്റെ ലിമിറ്റ് എന്താണ്? 0 ആണ്. -1 ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്, അതിനെ നമുക്ക് ആദ്യമേ പുറത്തേക്ക് എടുക്കാം. ബാക്കി വരുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 മൈനസ് കോസ് എച്ച് ഡിവൈഡ് ബൈ എച്ച് ആണ്. അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം ഈ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ -1 ഇൻറ്റു 0 എന്ന് വരും, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ തന്നിരിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? 0 ആണ്. അതേ വർഷം ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ്: ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഫോർമൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ നമുക്ക് തന്ന ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ അത് പ്രകാരം ഇതിനെ നമ്മൾ മാറ്റി എഴുതാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. നമ്മളുടെ ഫംഗ്ഷൻ എന്താ ചെയ്യുക? ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ക്വയർ ആക്കി തരും. അപ്പോൾ എക്സ് പ്ലസ് എച്ചിനെ കൊടുത്താൽ നമ്മൾക്ക് എന്താ തിരിച്ചു കിട്ടാം? എക്സ് പ്ലസ് എച്ചിൻ്റെ ഹോൾ സ്ക്വയർ ആയിട്ട് തിരിച്ചു കിട്ടും. ഇനി എഫ് ഓഫ് എക്സ്, എക്സ് കൊടുത്താൽ നമുക്ക് എന്താ തിരിച്ചു കിട്ടാം? എക്സ് സ്ക്വയർ ആണ് തിരിച്ചു കിട്ടാം, ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ നമുക്ക് ഓപ്പൺ ചെയ്യാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഓപ്പൺ ചെയ്യുന്ന പോലെ. അപ്പം ആദ്യത്തെ ആളുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ ആളെ ഇൻറ്റു രണ്ടാമത്തെ ആൾ പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ ഓപ്പൺ ചെയ്തു. പിന്നെ അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു മൈനസ് എക്സ് സ്ക്വയർ വരുന്നുണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതാ പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ബാക്കിയുള്ളത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 2xh പ്ലസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. നമ്മളിത് മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ന്യൂമറേറ്ററിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലും എച്ച് ഉണ്ട് ഇതിലും എച്ച് ഉണ്ട്. അപ്പോൾ ഇന്ന് രണ്ടൊന്നും എച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എച്ച് പുറത്തേക്ക് എടുത്താൽ 2xh നിന്ന് എച്ച് പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ 2x ഉണ്ടാവും, പ്ലസ് എച്ച് സ്ക്വയറിൽ നിന്ന് ഒരു എച്ച് പുറത്തേക്ക് എടുത്താൽ ബാക്കി അവിടെ ഒരു എച്ച് ഉണ്ടാവും, ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എച്ചും എച്ചും ക്യാൻസലായി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ 2x പ്ലസ് എച്ച്. ഇനി നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എച്ചിൻ്റെ സ്ഥാനത്ത് 0 എന്ന് എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ 2xന് ഒരു ചേഞ്ചും ഇല്ല, 2x തന്നെ, പ്ലസ് എച്ചിൻ്റെ സ്ഥാനത്ത് 0 എഴുതിയാൽ ദിസ് ഈസ് ഈക്വൽ ടു 2x ആണ്. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ അതാരാണ്? 2x ആണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. മാർച്ച് 2020 ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ തൊട്ട് മുന്നേ കണ്ട അതേ ഡെഫിനിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്.
ഇവിടെ നമ്മളുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്താ തിരിച്ചു തരിക? കോസ് എക്സ് ആണ് തിരിച്ചു തരിക. അപ്പോൾ എക്സ് പ്ലസ് എച്ച് കൊടുത്താൽ നമുക്ക് എന്ത് തിരിച്ചു തരും? കോസ് എക്സ് പ്ലസ് എച്ച് തിരിച്ചു തരും. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ആരാണ്? കോസ് എക്സ് ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. പറയാനുള്ള കാരണം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പോൾ എക്സ് കൊടുത്താൽ കോസ് എക്സ് ആണ് തിരിച്ചു കിട്ടുക. എക്സ് പ്ലസ് എച്ച് കൊടുത്താലോ കോസ് എക്സ് പ്ലസ് എച്ച് ആണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ ഇതെഴുതി. ഇനി ഇത് നോക്കിക്കേ, കോസ് ഒരു ആംഗിൾ മൈനസ് കോസ് മറ്റൊരു ആംഗിൾ. നമ്മൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് മറ്റൊരു വീഡിയോയിൽ പഠിച്ചതാണ്, സി മൈനസ് സി എന്ന് പറയുന്ന ഷോർട്ട് കട്ട്. അത് പ്രകാരം -2 ഇൻറ്റു എസ് എസ് ആണ്. ഓക്കെ, പിന്നെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എക്സും ഇവിടുത്തെ ആംഗിൾ വൈയും ആണെങ്കിൽ ഇവിടെ വരേണ്ട ആംഗിൾ അത് രണ്ടും കൂട്ടിയിട്ട് പകുതിയാക്കുക, ഇവിടെ വരേണ്ട ആംഗിൾ അത് രണ്ടും കുറച്ചിട്ട് പകുതിയാക്കുക. ഇത് നമ്മൾ ആ ഷോർട്ട് കട്ടിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, കോസ് ഒരു ആംഗിൾ മൈനസ് കോസ് മറ്റൊരു ആംഗിൾ എന്താ വരിക? -2 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്, സൈൻ. ഇനി തന്ന രണ്ട് ആംഗിൾ കൂട്ടാ പകുതിയാക്കുക. ഇവിടെ തന്ന രണ്ട് ആംഗിൾ ആരൊക്കെയാണ്? എക്സ് പ്ലസ് എച്ചും എക്സും ആണ്. അപ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് കൂട്ടി എന്നിട്ട് ബൈ 2 എന്ന് എഴുതി. അടുത്തത് വീണ്ടും എസ് ആണെന്ന് പറഞ്ഞാൽ സൈൻ ആണ്. അവിടെ ചെയ്യേണ്ടത് തന്ന രണ്ട് ആംഗിൾ കുറയ്ക്കുക, പകുതിയാക്കുക. അപ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -2 സൈൻ എക്സും എക്സും കൂട്ടിയാൽ 2x പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് തന്നെ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ബാക്കി ന്യൂമറേറ്ററിൽ എച്ചും ഡിനോമിനേറ്ററിൽ ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്. ഇനി അടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -2 സൈൻ നമ്മൾ 2xനെയും എച്ചിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് മാത്രമാവും, പ്ലസ് എച്ചിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എച്ച് ബൈ 2 മാത്രമാവും, ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ബാക്കി സിംപ്ലിഫിക്കേഷൻ ഇവിടെ ചെയ്യാം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -2 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൈൻ എച്ച് ബൈ 2ഉം എച്ചും ഒരു ഫംഗ്ഷനാണെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചു. -2 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 മറ്റൊരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. നമ്മളൊരു പ്രൊഡക്റ്റ് റൂൾ പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സെപ്പറേറ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. സൈൻ ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ എച്ച് ടെൻസ് ടു 0 എന്ന് പറയുന്നൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു രൂപത്തിലേക്കാണ് ഞാൻ ഇതിനെ മാറ്റിയത്. ഓക്കെ, ഇനി ആദ്യം ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം, ദെൻ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ ചോദ്യമാണ്. ഇതിൽ നിങ്ങൾ വെറുതെ ഒന്ന് 0 കൊടുത്ത് നോക്കി നോക്കിയും എച്ചിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് എച്ച് ബൈ 2 0/2 ആയിട്ട് മാറും. പിന്നെ എക്സ് പ്ലസ് 0 മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് പ്ലസ് 0 എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നും നമുക്ക് വരുന്നില്ല. അതായത് 0/0 ഫോമൊന്നും ആയിട്ട് ഇത് മാറുന്നില്ല. അപ്പോൾ തൽക്കാലം നമുക്കിത് ഇങ്ങനെ തന്നെ എഴുതാം, -2 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2. അടുത്ത റിസൾട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലിമിറ്റ് സൈൻ ആണ് വന്നത്. സൈൻ ഏത് ആംഗിളാണ് വന്നത്? സൈൻ എച്ച് ബൈ 2 എന്ന് പറയുന്ന ആംഗിളാണ്. അപ്പോൾ സൈൻ്റെ ആംഗിൾ എച്ച് ബൈ 2 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? എച്ച് ബൈ 2 വരണം. പക്ഷേ ഇവിടെ എന്തേ ഉള്ളൂ? എച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു ബൈ 2 നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ ഒരു *2 കൊടുക്കണം. ഇനി ഇവിടെ സൈൻ എച്ച് ബൈ 2 താഴെ എച്ച് ബൈ 2, അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെൻഡ് ചെയ്യേണ്ടതും എന്ത് തന്നെയാണ്? എച്ച് ബൈ 2 ടെൻസ് ടു 0 എന്ന് വരണം. ഇത് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. പിന്നെ *2 താഴെ വരുന്നത് ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തേക്ക് അതേപോലെ മാറ്റി എഴുതാം. അപ്പോൾ ലിമിറ്റ് ഞാൻ മാറ്റി എഴുതാണ്. ഈ ലിമിറ്റിന് ഒരു പ്രശ്നമില്ല നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എച്ചിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുകയാണ്. -2 ഒരു പ്രശ്നമില്ല, -2 എഴുതി. സൈൻ എക്സ് പ്ലസ് 0/2 എച്ചിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 0 ആയി. പിന്നെ ഇതിൽ ബൈ 2 എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്, അത് പുറത്തേക്ക് എടുക്കുക. അപ്പം ഇൻറ്റു 1/2 എന്ന് വരും. ബൈ 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 1/2 ആണ്. പിന്നെ ഉള്ളത് എന്താ? ലിമിറ്റ് എച്ച് ബൈ 2 ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2
ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു -2 എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് എന്ന് വരും, -2 സൈൻ എക്സ് ഇൻറ്റു ഇവിടെ ഒരു 1/2 ഉണ്ട്. ഇനി ഈ ലിമിറ്റ് എന്തായി മാറി? 1 ആയിട്ട് മാറി. മുകളിലൊരു 2 താഴെ ഒരു 2 ക്യാൻസലായി. പിന്നെ ബാക്കിയുള്ളത് എന്താ? 1ഉം സൈൻ എക്സും മൈനസും ആണ്. അപ്പോൾ ആൻസർ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അതിൻ്റെ അർത്ഥം കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് ആയിരിക്കും.